ഫെങ്ഷു പ്രകാരം നമുക്ക് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഏതൊക്കെ സിമ്പിൾസുകൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാം എന്നുള്ളതാണ്. 2025 വീടിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കിവിടെ ഒരു വിൻഡോ ഉണ്ടാവും. ഇവിടെ 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാം. ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഔട്ട് സൈഡിൽ ഒരു 6 റോഡ് വിൻഡ്ചെയിം ഇടാം. ഈ വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു ലക്കി ബാമ്പ് വയ്ക്കാം. ഇൻസൈഡിലോ ഔട്ട് സൈഡിലോ വയ്ക്കാം. സൗത്ത് ഭാഗത്ത് ഒരു 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബ്ലൂ കളർ മാറ്റ് ഇടാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു 6 റോഡ് വിൻഡ്ചെയിം ഇടാം. വീടിൻ്റെ സൗത്ത് ഈസ്റ്റിൽ പുറത്ത് നമുക്ക് 2025 സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു റെഡ് മാറ്റ് ഇടാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടെ നമുക്കൊരു 5 എലമെന്റ് പഗോഡ വയ്ക്കാം. നോർത്ത് ഭാഗത്ത് നമുക്ക് ഇവിടെ ഔട്ട് സൈഡിൽ വെള്ളം വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ 2025 വീടിന്റെ സൗഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 8 ദിക്കുകളിലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് നോക്കി സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് നോക്കി ഒരു ഫ്രോഗിനെ വെക്കാം. അതേപോലെ തന്നെ മെയിൻ ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് നോക്കി ഒരു ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ ഒരു വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2025 നമുക്ക് പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും നമുക്ക് ഫെങ്ഷുയുടെ നിയമങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഒത്തിരി റിസൾട്ട് ഉണ്ട്. ഇതിന്റെ ചില ടൂളുകൾ നമ്മുടെ അടുത്തുണ്ട്, ഞാനത് കാണിക്കാം. സൗത്ത് വെസ്റ്റിൽ 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാൻ പറഞ്ഞത് ഇതാണ്. അപ്പം ഇത് നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്തെ വിൻഡോയിൽ 2 ക്രിസ്റ്റൽ ബോൾസ് ഹാങ് ചെയ്യാം. എന്തുകൊണ്ടാണ് 2 ക്രിസ്റ്റൽ ബോൾസ് ചെയ്യുന്നത്? സൗത്ത് വെസ്റ്റിന്റെ ഡയറക്ഷൻ അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ടാണ് അവിടെ 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡയറക്ഷൻ എവിടെയാണ്? വെസ്റ്റ് ആണ്. വെസ്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ലക്കി ബാമ്പ് വയ്ക്കുക. ലക്കി ബാമ്പ് വയ്ക്കുന്നത് എന്തിനാണ്? വിദ്യാഭ്യാസം വർദ്ധിക്കാനും വിവാഹപ്രായമുള്ളവർക്ക് വിവാഹം നടക്കാനും വേണ്ടിയിട്ടാണ് ലക്കി ബാമ്പ് വയ്ക്കുന്നത്. അടുത്തത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് എന്താ ചെയ്യാൻ പറഞ്ഞത്? നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ചെയ്യാൻ പറഞ്ഞത് ഒരു 6 റോഡ് വിൻഡ്ചെയിം സ്ഥാപിക്കാനാണ് പറഞ്ഞത്. വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് കോർണറിൽ ഒരു 6 റോഡ് വിൻഡ്ചെയിം സ്ഥാപിക്കാം. ഇതിങ്ങനെ ഇളം കാറ്റിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമുക്ക് അതിന്റെ പ്രോസ്പെരിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അടുത്തത് നോർത്ത് ഭാഗത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു? വെള്ളം വെക്കാൻ പറഞ്ഞു. ആ ഭാഗത്ത് നമുക്ക് സ്റ്റിൽ വാട്ടറോ മൂവിങ് വാട്ടറോ ഈ വർഷം വെക്കാം. അടുത്തത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് 5 എലമെന്റ് പഗോഡ എന്ന് പറയുന്ന ഒരു ടൂൾ വെക്കാം. അത് ആ ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്ത് അതിനകത്ത് ഇട്ടിട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം. അടുത്ത ഈസ്റ്റിൽ നമുക്ക് വെക്കാവുന്നതെന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ബുദ്ധ. ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് ഇതാണ്. ഇത് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലോട്ട് നോക്കി ഒരു പാദം മുന്നോട്ടും ഒരു പാദം പിന്നോട്ടുമായിട്ടാണ് ഇരിക്കുന്നത്. മെയിൻ ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലോട്ട് നോക്കി നമുക്ക് എന്ത് ചെയ്യാം? 3 ലെഗ് ലാഫിൻ ബുദ്ധ വെക്കാം. അതേപോലെ അടുത്തത് പറഞ്ഞിരിക്കുന്ന ഫ്രോഗ് ആണ്. ഫ്രോഗ് എന്ന് പറയുന്നത് മുക്കാലി തവളയാണ്. അത് ചുണ്ടിലൊരു ചൈനീസ് കോയിനും വെച്ചുകൊണ്ട് നമുക്ക് അവിടെ വെക്കാവുന്നതായിട്ട് സാധിക്കുന്നതാണ്. മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലോട്ട് പോയി വെക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റിൽ നമ്മൾ നേരത്തെ കാണിച്ച വിൻഡ്ചെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സൗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബ്ലൂ കളർ മാറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യമുള്ള ഒരു വർഷമായി 2025 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്തേ.